നമസ്കാരം. ലെബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് 3 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ. ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ. അതേസമയം എത്ര വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു എന്ന് വ്യക്തമായിട്ടില്ല. ബെയ്റൂട്ട്, ബെക്കാവാലി, ദക്ഷിണ ലെബനൻ എന്നിങ്ങനെ 3 വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതായി ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ള നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെയായിരുന്നു സ്ഫോടനമെന്ന് റിപ്പോർട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയിലെ അംഗങ്ങളാണ്. ഇതിൽ 200-ലേറെ പേരുടെ നില ഗുരുതരമാണ്. മുഖത്തും കയ്യിലും വയറ്റിലുമൊക്കെ മിക്കവർക്കും പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ എംപിമാരായ അലി അമാർ, ഹസൻ ഫത്ലള്ള എന്നിവരുടെ ആൺമക്കളും ഹിസ്ബുള്ള അംഗത്തിന്റെ 10 വയസ്സുകാരി മകളും മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ലെബനനിലെ ഇറാൻ സ്ഥാനപതി മൊച്ചാബ അബാനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സംഘമാണ് ഹിസ്ബുള്ള. അവർക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളുമെല്ലാം സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കിടെയാണ് തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. വോക്കി ടോക്കികൾ എത്രണ്ണം പൊട്ടിത്തെറിച്ചു, എന്തൊക്കെ സംഭവിച്ചു അവിടെ എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. കഴിഞ്ഞ ദിവസം പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഇതിപ്പോൾ ഏത് കമ്പനിയുടെ വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്നതിനെക്കുറിച്ചും വിവരമില്ല. എത്രണ്ണം പൊട്ടിത്തെറിച്ചു, എത്ര പേർ കൃത്യമായി കൊല്ലപ്പെട്ടു, ആർക്കൊക്കെ പരിക്കേറ്റു എന്നതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വോക്കി ടോക്കികൾ ഏത് രാജ്യത്ത് നിന്ന് വാങ്ങിയതാണ് എന്ന കാര്യത്തെക്കുറിച്ചും ഇനി അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പേജറുകളും വോക്കി ടോക്കികളും കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട അംഗങ്ങളാണ്. സാധാരണക്കാരും അതുപോലെയുള്ള ആളുകളും ഒക്കെ തന്നെ ലെബനനിൽ ഇത് ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്. സ്മാർട്ട് ഫോൺ മാറ്റിവെച്ച് പേജറും വോക്കി ടോക്കികളും ഉപയോഗിക്കുന്നത് ഹിസ്ബുള്ള തീവ്ര നിലപാടുള്ള പ്രവർത്തകരാണ്. അതുകൊണ്ട് ഇവരുടെ ഇത്തരം ഉപകരണങ്ങളിൽ സ്ഫോടക വസ്തു നിറച്ചു വെച്ചതാരാണ്? മൊസാദാണെന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് ഇതിൽ എന്ത് പങ്കാണുള്ളത്? ഇനി വോക്കി ടോക്കികളല്ലാതെ വേറെന്തൊക്കെ പൊട്ടിത്തെറിക്കും? ഹാം റേഡിയോ അടക്കമുള്ള ഉപകരണങ്ങൾ ഹിസ്ബുള്ള തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ പൊട്ടിത്തെറിക്കുമോ എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ആശങ്ക നിലനിൽക്കുകയാണ്.